ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് കപ്പയും കാളാഞ്ചിമീൻ മുളകിട്ടതായിട്ടാണ്. കാളാഞ്ചിമീൻ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാം. ഒരു പുഴമീനാണ്, നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റാണ്, അധികം വേവൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടണമല്ലോ. അതിന് വേണ്ടി ഒരു ബൗളിൽ 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ ഇവയൊക്കെ ചേർത്ത് ആവശ്യത്തിന് സാദാ പച്ചവെള്ളം ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിങ്ങിലും ഈ കുഴമ്പ് പരുവത്തിലുമാണ് ഇതിൻ്റെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇതുപോലെ ഇരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഞാനൊരു 10 ചെറിയുള്ളി, 2 കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്രയും മതി നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ചട്ടി ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ ഈ ചതച്ച ഉള്ളിയും ഇഞ്ചിയും വേപ്പനയും എല്ലാം കൂടി അങ്ങോട്ട് ഒന്ന് വാട്ടി കൊടുക്കുമ്പോൾ വല്ലാതെ അങ്ങ് മുരിഞ്ഞ് പോകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാവുക, ഒന്ന് വാട്ടം തട്ടാന്നൊക്കെ പറയും. ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. വല്ലാതെ മുരിഞ്ഞ് പോയാൽ കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ മിക്സില്ലേ, മല്ലിപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെക്കുക. ആ മിക്സ് എന്ത് ചെയ്യുക, ഇതിനകത്ത് ഇട്ടിട്ട് നല്ലോണം വാട്ടി കൊടുക്കട്ടോ. നല്ല പോലെ ഇതിൻ്റെ പച്ചമണം മാറണ വരെ വാട്ടണം. നല്ല പോലെ വാട്ടി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഞാൻ ഈ ബൗളിൽ തന്നെ വെള്ളം ഒഴിച്ചത് കേട്ടോ. വെറുതെ ഇതിന് മസാല വേസ്റ്റ് ആയി കളയണ്ടല്ലോ. ഞാൻ ഈ ബൗളിൽ തന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ആ അരപ്പലിക്ക് ഒഴിച്ചു കൊടുത്തു. ആ അരപ്പിലേക്ക് പിന്നെ ആവശ്യമായ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒഴിച്ചു തിളപ്പിക്കാൻ വെച്ചപ്പോഴേക്കും ഞാനൊന്ന് കൊള്ളി കഴുകാൻ വേണ്ടി പോയി. കൊള്ളിയൊക്കെ കഴുകുന്ന അടപ്പത്ത് ഇടാമെന്ന് വിചാരിച്ചു. അരപ്പൊന്ന് തിളക്കട്ടെ, തിളച്ച് വരുമ്പോഴേക്കും കൊള്ളി അടപ്പത്ത് വെക്കാമല്ലോ. അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കുക്കറിൽ അടപ്പത്ത് വെച്ചു. അപ്പോഴേക്കും ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് നന്നായി വന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ ഈ മീൻ ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് ആകെ വെന്ത് പൊടിയും. നല്ല സോഫ്റ്റ് മീനാണേ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് പതുക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുന്നത്, മീനിട്ട് കൊടുത്തിട്ട് കയ്യിലിട്ട് കുത്തി ഇളക്കി മറിക്കരുത്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തലോടി കൊടുക്കുക എന്നൊക്കെ പറയാം. ജസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് തട്ടി കുത്തിയായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ കുത്തി ഇളക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ പകുതി അടച്ചു വെച്ച് വേവിച്ച ശേഷം നല്ല പോലെ വന്ന് തുറന്നു നോക്കി ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോഴേക്കും ഇതവിടെ തിളച്ചൊന്ന് അടച്ചു വെച്ചു കേട്ടോ. അപ്പോഴേക്കും കൊള്ളിയുടെ വിസിലൊക്കെ കേട്ടു, കൊള്ളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മീൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ വാളംപുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അല്ലെങ്കിൽ ഒരു കുറുക്ക് പോലെയാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് വല്ലാതെ ലൂസുമല്ല അധികം കട്ടിയല്ലാത്തൊരു ചാറാക്കിയിട്ടാണ് ഞങ്ങൾ കൊള്ളിക്ക് ഇവിടെ കഴിക്കാൻ ഇഷ്ടം. എല്ലാവർക്കും നല്ലപോലെ ചാറ് വേണം കൊള്ളിക്കൊക്കെ കുഴച്ച് കഴിക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇവിടെ അപ്പോഴേക്കും ഇതൊക്കെ റെഡിയായി വെച്ചു. അപ്പോൾ ഇനി കൊള്ളിയൊക്കെ ഒന്ന് ഉടയ്ക്കാമെന്ന് വിചാരിച്ചു. കൊള്ളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നല്ല പുട്ട് പോലത്തെ കൊള്ളി പോലെ കേട്ടോ. അതപ്പോൾ ഉടച്ചു കൊടുത്തു. നല്ലോണം ഉടച്ച് കൊടുക്കണം. ഇവിടെയൊക്കെ പിള്ളേർക്ക് കഥ ഇഷ്ടം. അങ്ങനെ അത് ഉടച്ച് കൊടുത്തു. ഇതാ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കഴിക്കണം എന്നുള്ള വാശി. അപ്പോൾ എന്ത് ചെയ്തു, സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെർവ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ ചൂട്ടോടുകൂടി ഇവിടെയൊക്കെ കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും കട്ടൻ ചായ വേണം. അപ്പോൾ ഇപ്പോൾ കട്ടൻ ചായ ഒന്നും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടില്ല, ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഇതൊക്കെ സെർവ് ചെയ്തു. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ഈ അൽഫാം, പൊറോട്ട, ബിരിയാണി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ നൈറ്റ് ഇങ്ങനത്തെ ഫുഡിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. പുഴമീൻ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള മീനാട്ടോ. ഇത് ഞങ്ങൾ ഫ്രഷ് ജീവനോടുകൂടി പിടിച്ച മീനാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കമൻറ്റ്